പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ മേൽ സ്നേഹവും കരുതലുമുള്ള ഒരു ദൈവമാകുന്നു. അതെത്രത്തോളമെന്നറിയാമോ? നിങ്ങൾ എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നുപോലും യേശു ശ്രദ്ധിക്കുമത്രേ. നമ്മുടെ ഡ്രസ്സ് പോലും ശ്രദ്ധിക്കുമോ എന്ന് വിചാരിക്കുകയാണോ? വേദപുസ്തകത്തിൽ 30-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഒരു ഭക്തൻ ഒരു കാര്യം പറയുന്നു. ദാവീദ് രാജാവ് പറയുന്നത് എന്താണെന്നോ? കർത്താവേ, നീ എന്റെ രട്ടഴിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് എന്നെ നീ അഴിച്ചുടിപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. രട്ടഴിച്ച് കളഞ്ഞു. രട്ടെന്നാൽ എന്താണ് എന്ന് ചിന്തിക്കുകയാണോ? അതായത് ആ കാലത്ത്, പഴയ നിയമകാലത്ത് ഇതുപോലെ രാജാക്കന്മാരും ചില പ്രവാചകന്മാരും സഹിക്കാനാവാത്ത പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അതുപോലെ പാപങ്ങളും ഉണ്ടാകുമ്പോൾ കർത്താവിന് തങ്ങളെ സമർപ്പിച്ച് അതേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി രട്ട് എന്ന വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു. രട്ടുടുത്ത് വെണ്ണീരിൽ ഇരുന്നു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ രട്ടെന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ചാക്ക് കണ്ടിട്ടില്ലേ, ചാക്ക് സഞ്ചി, നമ്മൾ അരിയും നെല്ലുമെല്ലാം കെട്ടിവെക്കാറില്ലേ ആ ചാക്കുകൊണ്ട്, ആ ചാക്കുകൊണ്ട് അതുകൊണ്ട് ഡ്രസ്സ് തുന്നിയിട്ടാൽ എങ്ങനെയുണ്ടാകും? ചിന്തിച്ചു നോക്കൂ. അത് നമുക്ക് ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കില്ല, ചൊറിച്ചിലുണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ചാക്കുകൊണ്ട് ഡ്രസ്സ് തുന്നിയിടും. അതിനെയാണ് രട്ട് എന്ന് പറയുന്നത്. അതായത് ദൈവത്തിനു മുന്നിൽ സ്വയം താഴ്ത്തുന്നതിനടയാളമായി ആ രട്ടുടുത്ത് വെണ്ണീര് പൂശി അതിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. സ്വയം താഴ്ത്തി സമർപ്പിക്കും. ദൈവം അത് കണ്ട് മനസ്സലിഞ്ഞ് പാപങ്ങൾ ക്ഷമിച്ച് ആശീർവദിക്കും. പഴയ നിയമകാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ രട്ടുടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഹൃദയത്തിൽ മാനസാന്തരപ്പെട്ടാൽ മതിയാകും. ഹൃദയത്തിൽ താഴ്ചയുണ്ടായാൽ മതി. ആ കാലത്ത് ദൈവസന്നിധിയിൽ തങ്ങളെ താഴ്ത്തുന്നതിനായി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമായി രട്ടുടുക്കാറുണ്ടായിരുന്നു. അത് അസൗകര്യമായിരിക്കും, കഷ്ടമായിരിക്കും അത് ഉടുക്കുന്നത്. ഇതൊരു നിശ്ചിത കാര്യത്തിനായി പ്രാർത്ഥിക്കാൻ എന്നെ സ്വയം താഴ്ത്തുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു അത്. വെണ്ണീരില്ലേ, അത് പൂശി അതിൽ കിടക്കാറുണ്ട്. അങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്. ദാവീദ് പറയുന്നു, എന്റെ രട്ട് അഴിച്ചു കളഞ്ഞ്, ഇതിൻ്റെ ആവശ്യമില്ല, അങ്ങനെയൊന്നും നീ നിന്നെ കഷ്ടപ്പെടുത്തേണ്ട, അത് അഴിച്ചു കളഞ്ഞ് സന്തോഷമെന്ന വസ്ത്രം നിന്നെ ധരിപ്പിക്കും, സന്തോഷമെന്ന വസ്ത്രം തരും. ചാക്ക് എന്ന അസൗകര്യമുണ്ടാക്കുന്ന ആ ഡ്രസ്സ് അഴിച്ച് സന്തോഷമെന്ന ഒരു വസ്ത്രം ദൈവം തരും. നീ സ്വയം അങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട, എനിക്ക് നിന്നെപ്പറ്റി അറിയാം, ഞാൻ ക്ഷമിക്കാം, നിന്നോടെനിക്ക് മനസ്സലിവുണ്ട്, നീ ആവശ്യപ്പെട്ടത് തരും, നീ എപ്പോഴും സന്തോഷത്തോടെയിരിക്കണം എന്ന് പറയുന്നു. നാം ചിലപ്പോൾ നമ്മെ സ്വയം കഷ്ടപ്പെടുത്താറുണ്ട്, അല്ലേ? അതായത് സ്വയം കഷ്ടപ്പെടുത്തുന്നത് വലിയ ദൈവഭക്തിയാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. ആ കാലത്ത് തന്നെത്താൻ ചാട്ട കൊണ്ടടിക്കാറുണ്ടായിരുന്നു. അതായത് പാപങ്ങളെ ഏറ്റുപറയണമെന്ന് സ്വയം ചാട്ടവാറുകൊണ്ടടിക്കും. കാലിൽ ചെരുപ്പിടാതെ നടക്കും, തങ്ങളെ സ്വയം ദണ്ഡിപ്പിക്കും. അപ്പോൾ ദൈവം നമ്മോട് മനസ്സലിവ് കാണിക്കും, നമ്മോട് മനസ്സലിയും. നമ്മെ സ്വയം ദണ്ഡിപ്പിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കപ്പെടുമെന്ന്. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ മരണം വരെ സ്വീകാര്യമായിരുന്നു ആ കാലത്ത്. യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ട ശേഷം ദൈവം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് സ്വയം ദണ്ഡിപ്പിക്കുന്നത്? നിനക്ക് വേണ്ടി യേശു അടികളേറ്റു, നിനക്ക് വേണ്ടി യേശു കഷ്ടപ്പെട്ടു, നിനക്ക് വേണ്ടി യേശു രക്തം ചിന്തി, നിനക്ക് വേണ്ടി യേശു കാലിൽ ചെരുപ്പ് പോലും ഇടാതെ കുരിശ് ചുമന്ന് ചാട്ടവാറുകൊണ്ട് അടിവാങ്ങി രക്തം ചിന്തി മരിച്ചില്ലേ? ഇനി നീ സ്വയം ദണ്ഡിപ്പിക്കേണ്ട ആവശ്യമില്ല. നീ വിശ്വാസത്തോടെ ഹൃദയത്തിൽ നിന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ നിന്നെ സന്തോഷമെന്ന വസ്ത്രത്തെ ധരിപ്പിക്കുമെന്ന് പറയുന്നു. അതാണ് ദൈവം. നിനക്ക് രട്ട് വേണ്ട മകളെ, മകനെ, നിനക്കത് വേണ്ട. നീ നിന്നെ തന്നെ ദണ്ഡിപ്പിക്കേണ്ടതില്ല. നീ വിശ്വാസത്തോടെ എല്ലാം അപേക്ഷിച്ചാൽ മതി. ഞാൻ കുരിശിലെല്ലാം ചുമന്നു തീർത്തു, നിന്നെ സന്തോഷത്താൽ നിറയ്ക്കും എന്ന് പറഞ്ഞു. ഇന്ന് പറയുന്നു, നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കും, ഉല്ലാസം കൊണ്ട് നിറയ്ക്കും. അതിനാൽ നീ രട്ടഴിച്ചു കളയണം. ദൈവം അതഴിച്ചു കളഞ്ഞ് നിനക്ക് സന്തോഷത്തെ തരും. എത്ര വലിയ സന്തോഷമാണല്ലേ! ഇന്ന് ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ,
എന്നെ ഞാൻ സ്വയം ദണ്ഡിപ്പിക്കുകയില്ല, എന്നെ വേദനിപ്പിക്കുകയില്ല. എന്നെ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. അങ്ങെനിക്ക് സന്തോഷമെന്ന വസ്ത്രം ധരിപ്പിക്കുന്നതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ മകളെയും മകനെയും തൊട്ട് അവരെ സന്തോഷിപ്പിക്കണേ. അങ്ങയുടെ സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ